ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അല്ലു. നിങ്ങൾ കാണുന്നത് അല്ലു ദ നേച്ചർ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് മാമലക്കണ്ടമാണ് കേട്ടോ. മാമലക്കണ്ടത്തെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ടി ഇന്ന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, സഞ്ചാരി ഫ്രം ട്രിവാൻഡ്രം എന്നാണ് എൻ്റെ പേര്. ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവറൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യാത്ര ഇവിടെ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഇടുക്കിയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുക കേട്ടോ. ഇടുക്കിയുടെ കവാടം, സ്വർഗ്ഗ കവാടം, നേര്യമംഗലം പാലം. അതാ നമുക്ക് നേര്യമംഗലം പാലം നമുക്കായിട്ട് നെഞ്ചിരിച്ച് കിടക്കും. നോക്കി എത്രാമത്തെ തവണയാണ് ഈ പാലത്തിൽ കൂടെ പോകുന്നതെന്ന് എനിക്കതിനെ അറിയില്ല. പക്ഷേ ഓരോ തവണ ഈ പാലത്തിൽ കൂടെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊന്നൊന്നര ഫീലാണ്. അത് ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം. പെരിയാറാണ് ഇതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നത്. അതൊന്നും ഇപ്പോൾ കാണിക്കാൻ നിർവാഹമില്ല. നമ്മളങ്ങനെ നേര്യമംഗലം പാലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങ് പോകാട്ടോ. വണ്ടിയൊക്കെ ഇപ്പോൾ കുറവാണ്, രാവിലെ ആയ കാരണം. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട് കേട്ടോ. ചീയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നതിന് കുറച്ച് കിലോമീറ്റർ മുമ്പ് ഒരു ഇടത്തേക്ക് കിടക്കുന്നൊരു 6-ാം മൈൽ പഴമ്പിച്ചാലുണ്ട്. എന്തോരം എൻ്റെ പേര് വായിക്കാൻ വേണ്ടിയില്ല. ഒത്തിരിയുള്ള കയറ്റം കേട്ടോ. അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ആഹാ, കോൺക്രീറ്റ് റോഡാണ്. ഇരുവശത്തും നല്ല തിക്നെസ് ആയിട്ടുള്ള മരങ്ങളുണ്ട്. ഫോറസ്റ്റാണ്, അടിപൊളി ഫോറസ്റ്റാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ റൂട്ടിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ ഇതിനു മുമ്പേ പോയുള്ള സ്ഥലങ്ങളിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൽ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടിയിൽ പോകുന്നത്. അപ്പം മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടു തന്നെ അറിയാം. നല്ല കയറ്റം കേട്ടോ. പക്ഷെ മഴയത്തൊക്കെ വരുവാണെന്നുള്ളൂ ഈ റൂട്ട് അസാധ്യ വൈബായിരിക്കും. ഇപ്പോഴും വൈബിന് കുറവൊന്നുമില്ല. വീണ്ടും നല്ല കയറ്റമാണെന്നാണ് സൈൻ ബോർഡ് കാണിക്കുന്നത്. അടിപൊളി ഏരിയ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നത്. വണ്ടിച്ച് സൂക്ഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്, കാരണം എനിക്ക് ഈ റോഡ് നല്ല പരിചയമില്ല. അതുപോലെ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. പിന്നെ ഉടനെ തന്നെ അടുത്ത ഇറക്കം വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും. ഒരു പ്രത്യേകതരം തണുപ്പുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും. അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ് ഇത്. നമ്മൾ ഏറെക്കുറെ നമ്മൾ പിന്നെ ഇല്ലിക്കക്കല്ല് പോകുന്ന റൂട്ടില്ലേ, ആ ഒരു ഫീല് വരുന്നുണ്ട്. ആ കയറ്റവും ആ റോഡിൻ്റെ ഒരു ഫിസിക്കൊക്കെ കണ്ടിട്ട് ഏകദേശം ആ ഒരു ഫീല് തന്നെയാണ് വരുന്നത്. നമ്മൾ നല്ല ഉയരത്തിലേക്ക് പോകും കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് കോൺക്രീറ്റ് റോഡ് മാറി ഇപ്പോൾ ടാറിട്ട് റോഡാണ് വരുന്നത്. കുരങ്ങനൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആഹാ, വീട്ടിലെ വൈബാണ്. എക്സൈറ്റഡ് ആണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് അറിയാൻ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സാധാരണ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 1-2 പ്രാവശ്യം പോയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വീണ്ടും പോയത്. പക്ഷേ ഈ ഒരു സ്ഥലത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആഹാ, ആ റൈറ്റ് സൈഡിലെ കാഴ്ച ഉണ്ടല്ലോ, ആ വാലി അടിപൊളിയായിട്ട് കാണാനുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ ചെസ്റ്റിൽ ഫിറ്റ് ചെയ്യിക്കുന്ന കാരണം അങ്ങോട്ട് ടേൺ ചെയ്യിക്കാൻ നിർവാഹമില്ല കേട്ടോ. സൈൻ ബോർഡ് കാണുന്നുണ്ട്. മാമലക്കണ്ടത്തേക്ക് ഇടത്തേക്കാണ് ഉണ്ടത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് മാമലക്കണ്ട ഇടത്തേക്ക് ഒരു അടിപൊളി ചർച്ചൊക്കെ ഉണ്ട് ഇവിടെ. കിടിലൻ ചർച്ചാണ്, നല്ല വൈബിൽ നിൽക്കുന്ന ചർച്ച്. അപ്പോൾ നമ്മൾ
മാമലക്കണ്ടത്തേക്ക് പോവാട്ടോ. എത്ര കിലോമീറ്റർ ഒന്നും ബോർഡിൽ കാണിക്കുന്നില്ല, പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈ മാമലക്കണ്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് റോഡിൻ്റെ വലതുവശത്തായിട്ട് ഒരു അടിപൊളി ഒരു മിനി വാട്ടർഫാളുണ്ട്. ഒരുപാട് ഹൈറ്റിലൊന്നും വരുന്നതൊന്നുമല്ല, മഴക്കാലത്തൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്നൊരു നൈസ് വെള്ളച്ചാട്ടം ഇതേ. കണ്ടോ, ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഏരിയയാണ്. നോക്കിയേ, വാവ്, കണ്ടാ എന്ത് തെളിഞ്ഞ വെള്ളമാണ് നോക്കിയേ. അടിപൊളിയല്ലേ, നൈസ് ഏരിയ അല്ലേ. അത്യാവശ്യം നല്ല വേരുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഗുണാക്കേവിലൊക്കെ കാണുന്ന പോലത്തെ വേരാണ് ഇവിടെ കാണുന്നത്. അതുവഴി ഒന്ന് പഴക്ക് നടന്നു നോക്കും. കണ്ടോ, ആരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ നല്ല കിടിലനായിട്ട് കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. വാവ്, ഇതാര് ചെയ്താലും നല്ല ഗ്രേറ്റ് ക്രിയേറ്റിവിറ്റിയാണ്. സൂപ്പറല്ലേ. അപ്പോഴേ നമ്മൾ മാമലക്കണ്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകേണ്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം പോകേണ്ടതല്ല, ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടമാണ്. അടിപൊളി സ്കൂളാണ്. നിങ്ങൾ റീൽസിലും മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്കൂളാണ്. പുതിയതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാ അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ സ്കൂളിലേക്ക്. ഈ കാണുന്ന സ്കൂള്. അപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് വിശദമായിട്ട് കാണിക്കാം സ്കൂള്. അപ്പോൾ ഗൈസ്, ഇതാണത് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. നല്ല കിടിലൻ സ്കൂളാണ്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്കൂളാണ്. പക്ഷേ ഇപ്പം വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നും കാണപ്പെടുന്നില്ല കേട്ടോ. ശോകമാണത്. വെള്ളച്ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമോ? അടിപൊളി വ്യൂ കേട്ടോ. ഒരിക്കലെങ്കിൽ നമുക്ക് ഇവിടെ പഠിച്ചാലോ, നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരും ഇവിടെ വരുമ്പോഴത്തേക്കും. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഒന്നും പറയാനില്ല. അപ്പം മാമലക്കണ്ടത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മുനിപ്പാറയാണ് കേട്ടോ. ഓഫ് റോഡാണ്. അപ്പോൾ ജീപ്പ് സഫാരിയൊക്കെ ഇങ്ങോട്ട് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട്. റൈറ്റിലേക്കാ ലെഫ്റ്റിലേക്കാ? ലെഫ്റ്റല്ലേ പറഞ്ഞേ? ലെഫ്റ്റ്. ഒരു ചേട്ടൻ എന്താ പറഞ്ഞെന്ന വഴി കൂടി നമ്മൾ പോകുന്നു കേട്ടോ. ഓഫ് റോഡാണ്. പോയി നോക്കാം എന്താവുമെന്നറിയില്ല. ഇതൊക്കെ ഇല്ലേ എൻ്റെ ഒരു അഡ്വഞ്ചർ. രണ്ട് സൈഡിലും കൊക്കോ മരങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊക്കോ കൃഷി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. കുറച്ച് ദൂരെ വന്നപ്പോഴത്തേക്കും ഇരു സൈഡിലും പൈനാപ്പിൾ കൃഷിയുണ്ട്. അപ്പോൾ റബ്ബർ കൃഷി, കൊക്കോ കൃഷി, പൈനാപ്പിൾ കൃഷി, ഇതൊക്കെയാണ് മാമലക്കണ്ടത്തുകാരുടെ മെയിൻ സോഴ്സ്, വരുമാന സോഴ്സ്. പട്ടി സാർ ഒന്ന് മാറൂ. നേരെ ഒഴിച്ച് പോകാം നമുക്ക്. ഈ കാണുന്ന റൂട്ടിലൂടെയാണ്. ഓ മൈ ഗോഡ്, വണ്ടി പോവോ ഇല്ലെന്നറിയില്ല. വണ്ടി അപ്പോൾ ഇവിടെ വെക്കാം, റിസ്ക് ആണത്. വണ്ടി കുറച്ച് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറാം. ഇല്ല കുഴപ്പമില്ലടാ, വാടാ, ഇതുവഴി കയറാം.
അപ്പോൾ ഞാൻ അവനെ ഇറക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാം കേട്ടോ. ഭയങ്കര ദുർഘടമായ ഓഫ് റോഡ് തന്നെ. എന്താണ് ഇവിടെ കാഴ്ചയെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. നോക്കാം. ഇങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല. ഏതായാലും വണ്ടി ഞാനിവിടെ നിർത്തിയിട്ട് എൻ്റെ കൂട്ടുകാരനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കയറിയപ്പോഴത്തേക്ക് ഓഫ് റോഡായിട്ടുള്ള ഒരു വേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജീപ്പുകളൊക്കെ നിരന്തരം വന്നും പോയി നിൽക്കുന്നൊരു പാതയാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ എവിടെയാണ് അല്ലെങ്കിൽ ലെങ്ത് എത്രയാണെന്നൊന്നും അറിയില്ല. ഒന്ന് പോയി നോക്കാം. ഇതിലേക്കൊട്ടൊന്ന് നടന്നു നോക്കാം. അതൊരു പ്രത്യേക ഫീലല്ലേ. അറിയാത്ത വഴികളിലൂടെ നടക്കുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ പലതും അറിയുന്നതും പഠിക്കുന്നതും. നമുക്കൊന്ന് വന്ന് നോക്കാം. ഇവിടെ നിന്ന് ചോദിക്കാനൊന്നും ആരെയും കാണുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ഓഫ് റോഡ് തന്നെ കേട്ടോ. നല്ല ഇറക്കവും കുണ്ടും കുഴിയും. ഈ ഒരു ജീപ്പ് കയറി വരുന്നുണ്ടോ? വാവ്. അതേതായാലും നന്നായി. കറക്റ്റ് സമയത്ത് തന്നെയാണ് ഒരു ജീപ്പ് വന്നത്. നമുക്കതിൻ്റെ അടിപൊളി ഒരു വ്യൂ എടുക്കാം. വാവ്. വാവ്, വളരെ ത്രില്ലിങ്. അടിപൊളി ത്രില്ലിങ് അഡ്വഞ്ചർ തന്നെ കേട്ടാ. കിടിലൻ. ഏതായാലും ഒരു സൂപ്പർ വ്യൂ ആണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാത്ത വഴികളോട് വരുമ്പോഴത്തേക്കും പലതും നമുക്കറിയാൻ പറ്റുമെന്ന്. കണ്ടോ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇറങ്ങി നോക്കാം താഴോട്ട്. അപ്പോൾ നമ്മൾ മുനിപ്പാറ എന്ന് കരുതി ഞാൻ ഇടത്തേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഉരുളൻകുഴി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം. മഴക്കാലത്ത് നൈസ് വ്യൂ ആയിരിക്കും. ഇപ്പോൾ വെള്ളമില്ലല്ലോ. വെള്ളമില്ലാത്ത കാരണം അത്രക്കും സൂപ്പർ വ്യൂ ഒന്നുമല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഉരുളൻകുഴി എന്ന സ്ഥലത്തിൻ്റെ പേര്, ഉരുളൻകുഴി. ആ ഹോം സ്റ്റേ ഒക്കെ ഉള്ള അത്യാവശ്യം മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നല്ല ഫോട്ടോജനിക്കായ സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ നമ്മൾ മഴക്കാലത്ത് തന്നെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്. മഴക്കാലത്ത് വന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കറക്റ്റായിട്ട് പകർത്തിയെടുക്കാൻ പറ്റുന്നതും ആസ്വദിക്കാൻ പറ്റുന്നതും. നിർഭാഗ്യവശാൽ ഞാൻ ചൂസ് ചെയ്തത് ഒരു റോങ് ടൈമാണ്. എന്നാലും സാരമില്ല, ഈ സ്ഥലത്തൊക്കെ എത്താൻ പറ്റിയല്ലോ, അതൊക്കെ തന്നെ ഒരു വലിയ കാര്യം. ഭയങ്കരമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി, അതാണ് ഉരുളൻകുഴി എൻ്റെ അറിവിൽ. പല ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഞാനൊന്നും പഠിക്കാതെയോ അല്ലെങ്കിൽ അന്വേഷിക്കാതെയാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയാതെയാണ് ഞാൻ ഈ സ്ഥലത്തോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാം അല്ലെങ്കിൽ അറിയാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഉരുളൻകുഴിയിൽ നിന്ന് തിരിച്ച് മുനിപ്പാറ ലക്ഷ്യമാക്കി പോകാൻ പോകട്ടോ.
അപ്പോഴേ നമ്മളാ റോഡിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ഉരുളൻകുഴി, റൈറ്റിലേക്ക് പോകുന്നതാണ് മുനിപ്പാറ. ഞാൻ മറന്നുപോയി, നിങ്ങളിനി മറക്കരുത് കേട്ടോ. വാ, അപ്പോൾ നമുക്ക് മുനിപ്പാറയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുനിപ്പാറയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങും കേട്ടോ. പാറക്കെട്ടുകളാണ്, നല്ല കൂറ്റൻ പാറക്കെട്ടാണ്. ചെറിയൊരു പാസേജൊക്കെ പോലെ കാണും. ഈ മുനിപ്പാറയ്ക്ക് ഒരുപാട് ഐതിഹ്യമൊക്കെ ഉണ്ട്. മുനിയുടെ പേര് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഏതോ ഒരു മുനി ഇവിടെ വന്ന് തപസ് ചെയ്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ മുനിപ്പാറ എന്ന പേര് വന്നത് കേട്ടോ. അപ്പം ഏതോ വേനൽക്കാലത്ത് ഈ നാട്ടുകാർ ഇവിടെ വന്നിട്ട് പായസം വെച്ചൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ നേരത്തെ പരിചയപ്പെട്ട ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചേട്ടനോട് മുനിയുടെ പേര് ചോദിച്ചെങ്കിലും ചേട്ടനും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെത്തി എടുത്തിട്ട് പോകാതെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ട് പോലൊരു പാറക്കല്ലുകൾ, പാറക്കൂട്ടങ്ങൾ, അടിപൊളി വ്യൂ കേട്ടോ. പക്ഷേ വെയിലുണ്ട്, വെയിലിന് അത്യാവശ്യം ചൂടുമുണ്ട്. നല്ല വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പാടുപെടും. ഓഫ് റോഡൊക്കെ ജീപ്പിൽ വരുവാണെങ്കിൽ വേറെ വൈബായിരിക്കും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുവഴിയൊക്കെ ഓഫ് റോഡ് ജീപ്പ് പോകുന്ന സ്ഥലം കേട്ടോ. അവർ നേരത്തെ നമ്മൾ ആ വഴി വെച്ച് കണ്ടില്ലേ, അവരിത് ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യൂ കാണിച്ചു തരാവേ. അപ്പോൾ നേരത്തെ നമുക്കൊരു വിഷ്വൽ വന്നില്ലേ, ആ സെയിം ടീം തന്നെയാണ് ഇത് കേട്ടോ. വാവ്, ഇതൊക്കെ ഒരു പ്രത്യേക ത്രില്ലിങ് വൈബാണ് കേട്ടോ. ജീപ്പിൻ്റെ ഒരു പ്രകടനമൊക്കെ അടിപൊളിയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് ഇതിലേക്കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അടിപൊളിയല്ലേ, നൈസല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് മുനിമാർ യൂസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളെ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളവിടെ കൊണ്ട് വേസ്റ്റ് ഇടും, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഏത് മുനി യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും കൊള്ളാം. വൈബ് സ്ഥലം കേട്ടോ. പക്ഷേ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി. മഴക്കാലത്ത് പറഞ്ഞൂടാ, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് 9 മണി സമയമാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. നൈസ് വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ. നൈസ് വ്യൂ അതാവട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട കാരണമേ സമയം വളരെ കുറവാണ്. ഈ കാഴ്ചകളൊക്കെ മനസ്സിലൊളിപ്പിച്ച് മനസ്സിൽ സൂക്ഷിച്ച് അപ്പോൾ മുനിപ്പാറയ്ക്ക് വിട പറയാൻ സമയം കേട്ടോ. അപ്പോൾ മുനിപ്പാറയിൽ നമ്മൾ പോവാണേ. ഇനി എന്തെങ്കിലും ഒരിക്കൽ കൂടി മഴ സമയത്ത് കാണാം. ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ മുനിപ്പാറയിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.